അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇതൊരു ജീവിത കഥയാണ്. നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥ. ഇത് നിങ്ങളൊരു കഥയായി കരുതിയാൽ മതി. ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മ മാത്രമാണ്. ചിലരുടെ ജീവിതത്തിലൂടെയാണ് നമുക്കൊക്കെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുക, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുക. ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളുക, അല്ലാത്തത് തള്ളിക്കളയുക. ഈ ഒരു കഥ കേട്ടപ്പോൾ ഞാനൊരുപാട് വേദനിച്ചുപോയി. എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച കഥകളാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. അതുപോലെ എൻ്റെ മനസ്സ് നൊന്തുപോയ ഒരു കഥയാണിത്. റോഡരികിൽ കാണുന്നത് ഒരു ഉമ്മയെ എന്നും കാണുന്നതാണ്. ആളുകൾക്കൊക്കെ സുപരിചിതമാണ് ആ ഉമ്മ. പക്ഷെ ആളുകൾ ആ ഉമ്മയെ കാണുന്നത് വെറുപ്പോടെയും അറപ്പോടെയുമായിരുന്നു. അങ്ങനെ കാണാനുള്ള കാരണവുമുണ്ട്. ആ ഉമ്മയുടെ വേഷം, അങ്ങനെ ഒരു കോലമായിരുന്നു ആ ഉമ്മയുടേത്. ആ ഉമ്മയുടെ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ ഉമ്മയെ ഞാൻ കാണുകയാണ് മനസ്സിലൂടെ. നിങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ആ ഉമ്മയെ കാണാൻ പറ്റും. ആ ഉമ്മയുടെ വസ്ത്രധാരണ പഴയ കാലങ്ങളിലൊക്കെ ഉമ്മമാര് ധരിക്കുന്ന ഒരു ലുങ്കി ഉണ്ടല്ലോ, കോന്തലയൊക്കെ നീട്ടി ഉടുക്കുന്ന ഒരു ലുങ്കി. അങ്ങനെ ഒരു ലുങ്കിയും കുപ്പായവും, തലയിൽ വട്ടത്തിൽ ഒരു തട്ടം. ആ വസ്ത്രമാണെങ്കിൽ അവിടെ ഇവിടെയായി കീറി മുഷിഞ്ഞ് ചേറുപിടിച്ച വസ്ത്രം. അടുത്തേക്ക് പോയാൽ വല്ലാത്തൊരു നാറ്റമാണ്, വല്ലാത്തൊരു വേഷം, വല്ലാത്തൊരു കോലം. കുളിയും നനയുമില്ലാത്ത ഒരു ഉമ്മ. ആ വേഷം കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് ഛർദിൽ വരും. അങ്ങനെ ഒരു അറുപ്പുള്ള വേഷം എന്നും റോഡിൽ കാണുന്നതാണ്. അതിരാവിലെ ഇളകും എവിടുന്നോ പല പീഡിയകളുടെ ചേതിപ്പടിയിലിരുന്ന് എന്തൊക്കെയോ പിച്ചയും പേയും പറയുകയും അവിടെ നിലത്തുള്ളതൊക്കെ എന്തൊക്കെയോ പെറുക്കിയെടുക്കുകയും ആളുകളൊക്കെ നോക്കുമ്പോൾ ആ വൃത്തികെട്ട പല്ലുകൊണ്ട് ഇങ്ങനെ ഇളിക്കുകയും ചെയ്യും. മക്കളൊക്കെ ആ ഉമ്മയെ കണ്ടാൽ കയ്യിൽ കിട്ടുന്നത് എന്തും എടുത്തെറിഞ്ഞ് ആ ഉമ്മയെ ഓടിക്കുന്നതും കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്തിയായ ഉമ്മ. നാട്ടുംപുറത്ത് കുറേയായി ഈ ഉമ്മയെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്നും ആ ഉമ്മയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലുള്ള ആളുകളെ അവരുടേതായ ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കിക്കാണാറ്. ആ ഉമ്മ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്തോ പേര് വിളിച്ചാണ് ആ ഉമ്മയെ എല്ലാവരും കളിയാക്കാറ്. അപ്പോഴൊക്കെ തലയും ചൊറിഞ്ഞ് ഒരൊറ്റ നടത്താ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവർക്കും സുപരിചിതയായ ഒരു ഉമ്മ. ചിലരൊക്കെ കാണുമ്പോൾ ആ ഉമ്മ കൈ ഇങ്ങനെ നീട്ടും, ചിലർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചില ഹോട്ടലിൽ നിന്നൊക്കെ ചായയും കടിയൊക്കെ കൊടുക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഉമ്മയുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ആ ഉമ്മയുടെ കഥ എന്നോട് പറയുന്നത് ഒരു പഴയ ഒരാളാണ്. ആളെ പേരും ഊരും ഒന്നും പറയുന്നില്ല, അവർക്കും വിഷമമുണ്ട. അത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയത്. ആ ഉമ്മയുടെ കഥ കേട്ടപ്പോൾ നമ്മളൊക്കെ അറപ്പോടും വെറുപ്പോടും ആട്ടി ഓടിക്കുന്ന ആ ഉമ്മ പണ്ടേ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നറിഞ്ഞപ്പോൾ വല്ലാതെ മനസ്സ് നൊന്തുപോയി. ഇതുപോലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുന്നവർക്കും ഈ ഒരു കഥ ഉപകാരപ്പെടും. നമ്മൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, അവരെങ്ങനെ ഇങ്ങനെ ആയി എന്ന്. വളരെ സന്തോഷത്തോടെ മാന്യമായി ജീവിച്ചതായിരുന്നു ഈ ഒരു സ്ത്രീയും ഇവരുടെ ഭർത്താവും. ആ ഭാര്യ ഭർത്താക്കന്മാർ ഏറെ സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയുമായിരുന്നു ഒരുപാട് വർഷം ജീവിച്ചത്. അവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് പരസ്പരം അത്രക്ക് പ്രണയമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദുരന്തമായി വന്നത് ഭർത്താവിൻ്റെ ഉമ്മയായിരുന്നു. ഇത്രയേറെ സ്നേഹിച്ച് ജീവിക്കുന്ന ഈ ദമ്പതികളെ ഇവർ വേർപ്പെടുത്തി. ആ വേർപാടിൻ്റെ നൊമ്പരമാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ആകാനുള്ള കാരണം. ആ സ്ത്രീയെ ഈ ഉമ്മ വേർപ്പെടുത്താനുള്ള കാരണം ഇവർക്ക് വർഷങ്ങൾ ഒരുപാടായിട്ടും മക്കളുണ്ടായില്ല. ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ആഗ്രഹം ആ ഉമ്മക്കുണ്ടായിരുന്നു സ്വന്തം മകനിലൂടെ. പക്ഷെ അത് സാധിക്കാൻ പറ്റാത്ത ഈ പെണ്ണിനെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ഷാഢ്യമായിരുന്നു. ഇയാൾക്കാണെങ്കിൽ അതിന് സാധിക്കുമായിരുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ ഭാര്യയെ. മക്കളില്ലെങ്കിലും പരസ്പരം മക്കളെ പോലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. കുസൃതികൾ കാണിച്ചും തമാശകൾ പറഞ്ഞും മനോഹരമായിരുന്നു ഇവരുടെ ജീവിതം. ഇവരുടെ സന്തോഷമുള്ള സ്നേഹമുള്ള ആ ഒരു ജീവിതത്തിൽ മക്കളില്ലാത്ത വിഷമം ഇവരറിഞ്ഞതേയില്ല. അത്രയ്ക്കിഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ദമ്പതികളെയാണ് ഈ ഉമ്മ മുറിച്ചു മാറ്റിയത്. ഉമ്മക്കൊരേ ഷാഢ്യമായിരുന്നു ആ പെണ്ണിനെ നീ ഒഴിവാക്കണമെന്ന്. അങ്ങനെ ഉമ്മയുടെ ഷാഢ്യത്തിനും ദേഷ്യത്തിനും മുന്നിൽ ഇവൻ വാങ്ങിക്കൊടുക്കുകയായിരുന്നു. അവനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ചു. ഇത്രയേറെ സ്നേഹത്തിൽ ജീവിച്ച ആ ഒരു ജോഡികളെ വേർപ്പെടുത്തിയ ആ വേദന ആ പെണ്ണിന് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയായിരുന്നു അത്രേ ആ പെണ്ണിൻ്റെ മാനസിക നില തെറ്റിപ്പോയത്. പിന്നെ ഉള്ള ജീവിതമായിരുന്നു ഇങ്ങനെ. റോഡിൽ ഇതുപോലെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതുപോലുള്ള എന്തെങ്കിലും കഥകളുണ്ടാവില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. നമ്മളൊക്കെ ആട്ടി ഓടിക്കുകയും കളിയാക്കുകയും അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള കഥകളുണ്ടാവില്ലേ? ആർക്കെങ്കിലും അറിയോ ഈ ഉമ്മക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന്? രാവിലെ മുതൽ മക്കളൊക്കെ കൂടി എറിഞ്ഞും തൊഴിച്ചും ആ ഉമ്മയെ ഉപദ്രവിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. നമ്മുടെ ഇടയിലും നമ്മളൊക്കെ ഇതുപോലുള്ള ആളുകളെ കാണുന്നതാണ്. അവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിലും
ഉപദ്രവിക്കാതിരിക്കുക. അവരും ഒരു മനുഷ്യനാണ്, അവർക്കും ഒരു ജീവിതമുണ്ടാകും, അവർക്കും ഒരു സ്വപ്നമുണ്ടായിട്ടുണ്ടാകും. ആ ഉമ്മക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നുപോയാലുള്ള അവസ്ഥ. നമ്മൾ കാണുന്നതൊന്നുമല്ല അവർ. പടച്ചിറപ്പ് എല്ലാവരും തൊട്ട് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിത കഥയാണ്. സിനിമയിൽ കാണുന്നത് പോലെ ക്ലൈമാക്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മനുഷ്യരുടെ കഥയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.